വിശുദ്ധമായ മുഹറം 10 ദിവസത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചതുപോലെ ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച, ഇസ്ലാമിക ചരിത്രങ്ങളിൽ ഇടം പിടിച്ച വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് മുഹറം 10 എന്നുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചകന്മാരുടെ അനുയായികളുമായി ഉള്ള വിഷയങ്ങളിലും അംഗീകരിക്കാത്ത അനുയായികളെ അല്ലാഹു തആല അദാബുകളെ ഇറക്കിക്കൊടുത്ത് പരീക്ഷണത്തിനിരയാക്കിയതും പ്രവാചകന്മാരുടെ പ്രബോധന മേഖലയിലെ ഫത്ഹ് വിജയം കൈവരിച്ചതും ഇങ്ങനെ തുടങ്ങി ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ദിവസമാണ് മുഹറം 10 എന്നുള്ള ദിവസം. ആ ദിവസങ്ങളുടെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചാൽ നമുക്കറിയാനാകും, കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അനുയായികളെ അല്ലാഹു തആല അനുകൂലമല്ലാത്ത സാഹചര്യമായതുകൊണ്ട് അവരെ നശിപ്പിച്ചു കളഞ്ഞ ചില സംഭവങ്ങളെ ഖുർആനിൽ തന്നെ വിശദീകരിക്കുന്നത് കാണാനാകും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഓപ്പറേഷൻ തൂഫാൻ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. തൂഫാൻ എന്ന പദം എവിടെ നിന്നാണ് വന്നത്, ആരാണ്, എവിടെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കിയാൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഖുർആനിൽ തന്നെ 2 തവണ തൂഫാൻ എന്ന പ്രയോഗം അല്ലാഹു തആല കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ജനതയെ മുഴുവനും അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലാഹു തആല ഇറക്കുന്ന ഒരു സംവിധാനത്തെയാണ് തൂഫാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അക്രമികളായ ആളുകളെ ചെറുത്തു നിൽക്കാനും അവരെ തുടച്ചു നീക്കാനും പല പ്രയോഗങ്ങളിലൂടെയും ഈ തൂഫാൻ വരാറുണ്ട്. അങ്ങനെ നബിമാരുടെ ജീവിതകാലത്ത് അവരുടെ അനുയായികളിൽ നിന്ന് ചിലർ ചെറുത്തുനിൽപ്പിൽ നിന്നപ്പോൾ, എതിരായിക്കൊണ്ട് നിന്നപ്പോൾ നബിമാർ അവർക്കെതിരെ പ്രാർത്ഥന നടത്തി. കഴിഞ്ഞുപോയ ഉമ്മത്തീങ്ങളിൽ നബിമാർ അംഗീകരിക്കാത്തതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ദീനിന് എതിരായി പ്രവർത്തിച്ചതിന്റെ പേരിൽ അവർക്കെല്ലാം അള്ളാഹു സ്പോട്ടിൽ തന്നെ അതിന്റെ മറുപടിയും അദാബും ഇറക്കി കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഈ ഉമ്മത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഉമ്മത്തിന് അങ്ങനെ അനുഭവിക്കേണ്ട ഒരു ഗതി വന്നിട്ടില്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തിന്റെ ഒരു പ്രാർത്ഥനയാണ് അതിന് കാരണം. എന്റെ ഉമ്മത്തിനെ എവിടെയിട്ട് നീ പ്രയാസപ്പെടുത്തരുത് എന്ന്. എന്നാലും അല്ലാഹു ചില സാമ്പിളുകളൊക്കെ നൽകും, എന്നിട്ടും മനുഷ്യനത് പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നില്ല എന്നതാണ് സത്യം. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വായിച്ചാൽ നമുക്കറിയാനാകും, വിശുദ്ധ ഖുർആനിൽ 2 തവണയാണ് തൂഫാനിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ്. സൂറത്തുൽ അൻകബൂത്തിലെ 14-ാമത്തെ ആയത്തിലാണ് അല്ലാഹു തആല തൂഫാനെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമാ ഫഅഖദഹും الطൂഫാനു വഹും ളാലിമൂൻ فأنجيناه وأصحاب السفينة وجعلناها آية للعالمين. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ അൻകബൂത്തിലെ 14-15 ആയത്തുകളിൽ അല്ലാഹു തആല പറയുകയാണ്, മഹാനരായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുൽത്താനുൽ അംബിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ്. ഉലുൽ അസ്മകളിൽപ്പെട്ട പ്രവാചകൻ.
അങ്ങനെ വലിയ മഹത്വമുള്ള നേതാവാണ്. ആദ്യത്തെ മുർസലീങ്ങളിൽപ്പെട്ട ആദ്യത്തെ ആളാണ്. മുർസലായി വന്ന ആദ്യത്തെ പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന പ്രദേശം ഏതാണ്? അവിടെയുള്ള ബാബിലോണിയയിലുള്ള ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാനാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. 950 വർഷം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം നടത്തി. പക്ഷേ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം, അല്ലാത്തവരാരും വിശ്വസിച്ചില്ല. 100 വർഷമോ 200 വർഷമൊന്നുമല്ല, 950 വർഷം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അൽഫസനത്തിൻ ഇല്ലാ 50 ആമാ. 1000 കൊല്ലത്തിന് 50 കുറവുള്ളൂ എന്ന് പറഞ്ഞാൽ 950 വർഷം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമിക പ്രബോധനം നടത്തി. പക്ഷേ അവര് സ്വീകരിച്ചില്ല. അപ്പോഴാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറയുന്നു, നിങ്ങളൊരു കപ്പൽ നിർമ്മിക്കണം. ആദ്യമായി ലോകത്ത് കപ്പലിന്റെ നിർമ്മാണം നടത്തി. കപ്പലിന്റെ നിർമ്മാണം നടത്താൻ വേണ്ടി അല്ലാഹു പറഞ്ഞു. എന്നിട്ടോ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ മുഴുവനും അല്ലാഹു തആല ഒരു ജലപ്രളയം അയച്ചുകൊണ്ട്, തൂഫാൻ അയച്ചുകൊണ്ട് എല്ലാവരെയും നശിപ്പിച്ചു കളയുകയാണ്. ഇതാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ഒന്നാമത്തെ തൂഫാൻ. അവിടെ എല്ലാവരെയും ഒന്ന് നശിപ്പിച്ചു കളഞ്ഞു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ച ആളുകളോട് കപ്പലിൽ കയറാൻ പറഞ്ഞു. എല്ലാ ഇനം ജീവികളിൽ നിന്നും ഇണകളെ കപ്പലിലേക്ക് കയറ്റാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാവരെയും അല്ലാഹു അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. നോക്കൂ നിങ്ങൾ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കപ്പലിൽ കയറിയവർ, ഇസ്ലാം അംഗീകരിച്ചവർ, അല്ലാഹ് എന്ന വിശ്വാസത്തിലേക്ക് വന്നവരെല്ലാം രക്ഷപ്പെട്ടു പോയി. അല്ലാത്തവർ അല്ലാഹു മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. ഏറ്റവും വലിയ തൂഫാനായിട്ടാണ് ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. തൂഫാനുൽ അളീം. ലോകത്തെല്ലായിടത്തും അതിന്റെ ഭവിഷ്യത്തെത്തി. ഒരു സ്ഥലത്ത് മാത്രമല്ല, കേവലം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ മാത്രം ഒതുങ്ങുന്ന ബാബിലോണിയയിൽ മാത്രമല്ല, ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തടക്കം എല്ലായിടങ്ങളിലും വിശുദ്ധ കഅബാലയമടക്കം അതിൽ മുങ്ങിപ്പോയി എന്നാണ് ചരിത്രം പറയുന്നത്. എല്ലായിടങ്ങളിലും വെള്ളം ഉയർന്നു വന്നു, തൂഫാനായി. ആ ഉയർന്നു വന്നത് എങ്ങനെ? വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, കേവലം മഴ മാത്രമല്ല, നല്ല മഴ വർഷിച്ചു. അതുപോലെ അല്ലാഹു ഭൂമിയിൽ നിന്നും വെള്ളം ഉയർത്തിക്കൊണ്ടുവന്നു. മഴ കൊണ്ട് മാത്രമല്ല, ഭൂമിയിൽ നിന്നും അല്ലാഹു ഉറവിനെ പുറപ്പെടുവിച്ച് മഴ പെയ്യുന്ന അത്ര തന്നെ വെള്ളം ഭൂമിയിൽ നിന്നും പൊട്ടിയൊലിക്കാൻ തുടങ്ങി. അത് ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ففتحنا أبواب السماء بماء منهمر وفجرنا الأرض عيونا فألقى الماء على أمر قد قدر. ഭൂമിയിൽ നിന്ന് വെള്ളം ഒലിച്ചു പുറപ്പെടുന്നത് പോലെ തന്നെ അതേ അളവിൽ തന്നെ ആകാശത്തു നിന്നും അല്ലാഹു തആല മഴ പെയ്യിപ്പിക്കുന്നു. ഇങ്ങനെ രണ്ട് ഭാഗത്തു നിന്നും മഴ തുടർച്ചയായി വരുമ്പോഴാണ് ആ ജലപ്രളയം വരുന്നത്. ആ പ്രളയമെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി അല്ലാഹു ഈ ലോകത്തിന് ഇന്നും കപ്പലിനെ അവശേഷിപ്പിച്ചിരിക്കുകയാണ്. വലഖദ് തറക്നാഹാ ആയതൻ ഫഹൽ മിൻ മുദ്ദക്കിർ. ലോകത്തോട് സമ്മതിക്കുകയാണ്, ഇന്നും കപ്പലിന്റെ വിഷയങ്ങളിൽ മനുഷ്യൻ ചർച്ചാ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ഹോർമൂസ് എന്ന കടലിടുക്കിലൂടെ കപ്പലുകൾ സഞ്ചരിക്കാത്തതിന്റെ പേരിൽ അടുക്കളകളിൽ വരെ തീപ്പുകയാതിരിക്കുകയാണ്. അല്ലാഹു തആല ഒരു തൂഫാനിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോയി. അപ്പോൾ ഖുർആൻ കൊണ്ടുവന്ന ആദ്യത്തെ തൂഫാൻ മഹാനരായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലാണ്. രണ്ടാമതായി അല്ലാഹു പറയുന്നുണ്ട് ഖുർആനിൽ തൂഫാൻ എന്ന പ്രയോഗം. അതെവിടെയാണ്? സൂറത്തുൽ അഅറാഫിന്റെ 133-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, മഹാനരായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ
കാലഘട്ടത്തിലുണ്ടായ തൂഫാനിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ഫഅർസൽനാ അലൈഹിം തൂഫാന വൽ ജറാദ വൽ ഖുമ്മല വൽ ലഫാദിഅ വദ്ദമ ആയാതിൻ മുഫസ്സലാത്ത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ വിശ്വസിച്ചില്ല. അവർക്ക് പരീക്ഷണം അല്ലാഹു അയച്ചു കൊടുക്കുകയാണ്. അല്ലാഹു ജലപ്രളയത്തെ അവരിലേക്ക് അയച്ചു. വലിയൊരു തൂഫാൻ അവരിലേക്ക് അയക്കുകയാണ്. അപ്പോഴാണ് അവർ വിളിച്ചു പറഞ്ഞത്, അല്ലയോ മൂസാ നബിയേ, നിങ്ങളുടെ പ്രവാചകരോടൊന്ന് ദുആ ചെയ്യ, നിങ്ങളുടെ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണേ. ഈ പ്രളയത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാലോ ഞങ്ങൾ വിശ്വസിക്കാം, അങ്ങയോടൊന്നിച്ച് ഞങ്ങൾ നിൽക്കുകയും ചെയ്യാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിഷ്കളങ്ക മനസ്സാണ്. വിശ്വസിച്ചു, ആ ജനങ്ങളെ വിശ്വസിച്ചു, ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, എന്റെ ഉമ്മത്തീങ്ങൾക്ക് കൊടുത്ത ഈ പ്രളയത്തെ, തൂഫാനിനെ ഒന്നൊഴിവാക്കി തരണേ അല്ലാഹ്. ആ തൂഫാൻ അവസാനിച്ചു, വെള്ളമെല്ലാം വറ്റിപ്പോയപ്പോഴാണ് അവർ വിശ്വാസത്തിൽ നിന്ന് മാറുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വഞ്ചിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാര്യം രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ പാലം കിടക്കോളം നാരായണ, പാലം കിടന്നപ്പോ കോരായണ. അങ്ങനെ ഈ സംഭവം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ വഞ്ചിച്ചു. അപ്പൊ അടുത്ത പരീക്ഷണം പഠിച്ചാൻ വിട്ടില്ല. അടുത്ത പരീക്ഷണം വരികയാണ്. വൽ ജറാദ, അല്ലാഹു തആല അവരിലേക്ക് ആദ്യം അയച്ച പരീക്ഷണം തൂഫാനാണ്. രണ്ടാമത്തെ പരീക്ഷണം വൽ ജറാദ്, വെള്ളമൊക്കെ നല്ല പോലെ ഭൂമി, വെള്ളം ഇറങ്ങിപ്പോയപ്പോ നല്ല പുതിലുള്ള നനവുള്ള ഭൂമിയാണ്. അവര് കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോ വിത്തുകളൊക്കെ നല്ലപോലെ മുളച്ചു വന്നു, നല്ല നെൽക്കതിരുകളും ധാന്യങ്ങളും ഉണ്ടായി. അപ്പോഴാണ് അല്ലാഹുവിന്റെ അടുത്ത പരീക്ഷണം വരുന്നു. വൽ ജറാദ്, വെട്ടുകിളികളെ അയക്കുന്നു. ഒന്നാമതായി തൂഫാനിന്റെ പരീക്ഷണം കഴിഞ്ഞു. രണ്ടാമത്തെ പരീക്ഷണം വെട്ടുകിളികളെ, ജറാദ് കിളികളെ അയച്ച് മുഴുവൻ കതിരുകളെയും നശിപ്പിച്ചു കളയുകയാണ്. അപ്പോഴാണ് അവർ വീണ്ടും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സമീപിക്കുന്നത്. എന്നിട്ട് പറയുന്നു, മൂസാ നബിയേ, ഞങ്ങൾ അങ്ങയുടെ കൂടെ വിശ്വസിച്ച് ഞങ്ങൾ നിന്നോളാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോടൊന്ന് ദുആ ചെയ്യണേ. ഉദ്ഉലനാ റബ്ബക യക്ഷിഫു അന്നാ ഫനുമിനു ബിക ഫദഅ റബ്ബഹു. അപ്പോൾ മൂസാ നബി വീണ്ടും ദുആ ചെയ്തു. മൂസാ നബി വീണ്ടും ദുആ ചെയ്തു. ജറാദ് വെട്ടുകിളികളുടെ ശല്യമെല്ലാം പോയപ്പോ അവര് പറഞ്ഞു, വീണ്ടും അങ്ങനെ തന്നെ. അവർ കാലുമാറി. വീണ്ടും അവര് തോന്നിയതുപോലത്തെ ജീവിതം നയിച്ചപ്പോഴാണ് അടുത്ത പരീക്ഷണം അല്ലാഹു കൊടുക്കുന്നു. വൽ ഖുമ്മല, ചെള്ളിനെ അയച്ചിട്ട് അവർക്ക് പരീക്ഷണം കൊടുത്തു. ധാന്യങ്ങൾ ശേഖരിച്ച പത്തായത്തിലൊക്കെ മുഴുവനും ചെള്ള്. അര ഗ്ലാസ് ധാന്യം എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് മുഴുവൻ, ബാക്കി ഫുള്ള് ചെള്ളാണ്. ഇങ്ങനെ എവിടെ നോക്കിയാലും ചെള്ളുകൊണ്ട് അങ്ങോട്ട് പ്രയാസപ്പെട്ടു. അപ്പോഴും അവര് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വന്നിട്ട് പറഞ്ഞു, മൂസാ നബി നിങ്ങളൊന്ന് ദുആ ചെയ്യണം. വീണ്ടും ദുആ ചെയ്തു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആനാണ്. വീണ്ടും ദുആ ചെയ്തു. ദുആ ചെയ്തപ്പോ ആ ഒരു പരീക്ഷണവും അവരിൽ നിന്ന് നീങ്ങിപ്പോയി. പിന്നെയും അവർ വിശ്വാസത്തിൽ നിന്ന് മാറി. അല്ലാഹു പറയാണ്, അടുത്ത പരീക്ഷണം അവർക്ക് വീണ്ടും നൽകുകയാണ്. തവളകളെ കൊടുത്തിട്ട് പരീക്ഷിച്ചു. മനുഷ്യനിങ്ങനെ വാ തുറന്ന വാളിലേക്ക് തവളങ്ങ് ചാടും, അത്രക്ക് പെരുത്ത് തവളനെ കൊണ്ട് പരീക്ഷിച്ചു അല്ലാഹു. അപ്പോഴും അവർ കുടുങ്ങിയപ്പോ പറഞ്ഞു മൂസാ നബിനോട്, മൂസാ നബിയെ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. ദുആ ചെയ്തു. ദുആ ചെയ്തപ്പോൾ ആ ശല്യവും ആ അദാബും അല്ലാഹു മാറ്റി കൊടുത്തു. എന്നിട്ടോ വീണ്ടും അവരുടെ ശൈലിയിലേക്ക് പോയി. അപ്പോഴും അല്ലാഹു പറയാണ്, വദ്ദമ, പിന്നെ രക്തം കൊണ്ടാണ്, എവിടെ നോക്കിയാലും രക്തം തന്നെ. അങ്ങനെ പ്രയാസപ്പെടുകയാണ്. അങ്ങനെ ആയാതിൻ മുഫസ്സലാതിൻ ഫസ്തക്ബറൂ, അവര് കിബർ നടിച്ചു. ഈ പരീക്ഷണങ്ങളെല്ലാം വന്നു. ആദ്യം തൂഫാൻ വന്നണഞ്ഞു, അപ്പോഴും അവര് പാഠം പഠിച്ചില്ല. പിന്നെയുള്ള പരീക്ഷണങ്ങളെല്ലാം വന്നു, അവിടെയൊന്നും അവര് പാഠം പഠിച്ചില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ചേർന്ന് നിന്നില്ല. തൂഫാൻ വന്ന സമയത്ത് ചേർന്ന് നിൽക്കണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊന്നിച്ച് ചേർന്ന് നിന്നില്ല. അപ്പോഴാണ്
അടുത്ത പരീക്ഷണങ്ങൾ അവരിലേക്ക് വന്നത്. തൂഫാനിന്റെ കൂടെ ചേർന്ന് നിൽക്കാത്തതിന്റെ പേരിൽ അടുത്ത പരീക്ഷണം അവർക്ക് വരുന്നു. വൽ ജറാദ, വെട്ടുകിളികളുടെ പരീക്ഷണം വരുന്നു. വൽ ഖുമ്മല, ചള്ളിനയച്ചുള്ള പരീക്ഷണം വരുന്നു. വൽ ളഫാദിഅ, തവളയച്ചുള്ള പരീക്ഷണം വരുന്നു. വദ്ദമ, രക്തം കൊണ്ടുള്ള പരീക്ഷണം വരുന്നു. ഇതൊക്കെ ഒരേ ഒരു സമൂഹത്തിലേക്കാണ് അല്ലാഹു അയച്ചത്. വ്യത്യസ്തങ്ങളായ നബിമാർക്ക്, വ്യത്യസ്തങ്ങളായ ഉമ്മത്തീങ്ങൾക്കല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരേ ഉമ്മത്തിന് കൊടുത്ത പരീക്ഷണങ്ങളാണ് ഇത്. എന്തേ? അവര് ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ തങ്ങളെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു, പക്ഷെ നിന്നില്ല. അങ്ങനെ വാക്കുമാറി കാലുമാറിയപ്പോൾ അടുത്തടുത്തടുത്തുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു കൊടുത്തു. അങ്ങനെയാണ് അവസാനം അല്ലാഹു തആല അവർ കിബ്ർ നടിച്ചു. അപ്പോഴാണ് അല്ലാഹു തആല അവർക്ക് വലിയ നാശം വരുത്തിയത്. അല്ലാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞല്ലോ. അല്ലാഹു തആല അവരെ നശിപ്പിച്ചു കളഞ്ഞു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഇങ്ങനെയെല്ലാം ഒരു നബിയെ ഞങ്ങൾക്ക് ദുആ ചെയ്താൽ ഞങ്ങൾ കൂടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞു. അവസാനം അവർ വഞ്ചിച്ചു. അങ്ങനെയാണ് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു കളയുന്നത്. വിശ്വസിക്കാത്ത ആളുകളെ തൂഫാനിലൂടെ നശിപ്പിച്ചു കളയുന്നു. 2 പ്രാവശ്യം വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ വാക്കാണ് തൂഫാൻ എന്നുള്ളത്. അത് ജലപ്രളയത്തിലൂടെയാകാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ അദാബുകളിലൂടെയാകാം. എന്തെങ്കിലും മനുഷ്യനെ വിനവിരുത്തുന്ന, നാശം തുടച്ചു നീക്കുന്ന രൂപത്തിനാണ് അറബി പദത്തിൽ തൂഫാൻ എന്ന് പ്രയോഗിക്കുന്നത്. നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് വിപത്തായി വരുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം തുടച്ചു നീക്കാനുള്ള ഒരു ആയുധത്തിന്റെ പേരാണ് തൂഫാൻ എന്നുള്ളത്. അതുകൊണ്ട് 2 പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല തൂഫാൻ എന്ന പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, 3ാമതായി തൂഫാൻ എന്ന പ്രയോഗം ഈ അടുത്ത കാലത്താണ് വന്നത്. 2023 ഒക്ടോബറിൽ ഇസ്രായേലിന്റെ ആക്രമണം ഫലസ്തീനെതിരെ വന്നപ്പോൾ ഹമാസിന്റെ പോരാളികൾ ഇസ്രായേലിനെതിരെ നടത്തിയ ഒരു ചെറുത്തുനിൽപ്പിന് അവർ പേരിട്ടതാണ് തൂഫാനുൽ അഖ്സ എന്ന്. അന്ന് അവർ പേര് വിളിച്ചു. എങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സത്യനിഷേധികൾക്കുമെതിരെ വന്ന ഒരു പേരാണ് തൂഫാൻ എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരള സർക്കാർ ഒരു വലിയ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. കേരള സർക്കാർ ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ഒരു പദ്ധതി കൊണ്ടിരിക്കുകയാണ്. ആ പദ്ധതിയുമായി സഹകരിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക പക്ഷം. നന്മയെ തിന്മയെ തുടച്ചു നീക്കാനുള്ള എന്തെല്ലാം ചെറുത്തുനിൽപ്പുകളും പ്രവർത്തനങ്ങളുമുണ്ടോ അവിടെ ജാതിയും രാഷ്ട്രീയവും പാർട്ടിയും സംഘടനയും നോക്കാതെ നന്മയുടെ പക്ഷത്ത് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ളവനും ഇസ്ലാമിക പക്ഷവും അങ്ങനെയാണ്. അല്ലേ? എത്രയാണ് നമ്മുടെ മക്കൾ. കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ടു, ഒരുത്തൻ 1.5 വയസ്സായ കുഞ്ഞിനെടുത്തിട്ട് ഇങ്ങനെ അമ്മാനാടുകയാണ്. 1.5 വയസ്സായ കുഞ്ഞിനെടുത്തിട്ട് അമ്മാനാടുകയാണ്. അയൽഭക്തർ, അവന്റെ ഭാര്യ മൂത്ത കുട്ടിനെ കൊണ്ടുവരാൻ വേണ്ടി സ്കൂളിൽ പോയതാ. അപ്പൊ ഭർത്താവുണ്ട്, ചെറിയ മോനുണ്ട്, വീട്ടിലുണ്ട്. വാപ്പാന്റെ അടുത്ത് കുഞ്ഞിനാക്കി പോയതാ. വാപ്പ 1.5 വയസ്സുള്ള കുഞ്ഞിനെടുത്ത് അമ്മാനാടി കളിക്കുന്നുണ്ട്. അയൽവാസികൾ കണ്ടു ഒന്ന് നോക്കിയപ്പോ അവന് മരുന്നിലാണ്. ഇവനെന്ത് കുഞ്ഞ്, ഇവന് മരുന്നടിച്ചു കയറ്റി സ്വയബോധമില്ല. അങ്ങനെ സ്വന്തം കുഞ്ഞിനെ 1.5 വയസ്സ് കുഞ്ഞിനെ എങ്ങനെ ഇട്ടിട്ട് അമ്മാനാടി കളിക്കുകയാണ്. ഇങ്ങനെ എന്തെല്ലാം അദാബുകൾ. ഇതിനെതിരെ ഇനിയും ഒരു ചെറുത്തുനിൽപ്പുണ്ടായിട്ടില്ല എങ്കിൽ ഞാൻ പറയാണ്, ഒരു 4-5 വർഷം തികയൂല. നമ്മളെ കേരളം എങ്ങനെയായിരിക്കും, അതിന്റെ അവസ്ഥ എന്തായിരിക്കും? കാരണം വളർന്നു വരുന്ന നമ്മൾ ഡോക്ടർമാരാകാൻ വേണ്ടി പഠിക്കാൻ വിട്ടവർ വരെ ഇതിന്റെ ആളുകളാണ്. നമ്മൾ എഞ്ചിനീയർ ആകുമെന്ന് പ്രതീക്ഷിച്ചവർ ഇതിന്റെ ആളുകളാണ്. നമ്മൾ എല്ലാം നല്ല പോസ്റ്റിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് പഠിക്കാൻ വിട്ട് നമ്മുടെ മക്കളെല്ലാം ഇതിനഡിക്റ്റായി കഴിഞ്ഞിരിക്കുകയാണ്. വേറൊരാൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനാകുന്നില്ല. ഒരു സ്മെല്ലോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും കൊണ്ടോ മനസ്സിലാക്കാൻ പോലും ആകുന്നില്ല. അങ്ങനെയുള്ള വലിയ നമുക്ക് സൂക്ഷ്മമായ പരിശോധനയിൽ പോലും കണ്ടെത്താനാകാത്ത വലിയൊരു വിപത്താണ് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് അടക്കം ഇതിന്റെ എഫക്റ്റ് എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് നമ്മളെ മുമ്പിൽ മാന്യന്മാരായ പലരും ഇത് ഉപയോഗിക്കുന്നുണ്ടാകാം. വാഹനങ്ങൾ, അപകടങ്ങൾ എത്രയാണ് റോഡുകളിൽ ഉണ്ടാക്കുന്നത്. അവസാനം ഇതിന്റെ പഠനങ്ങൾ എത്തിച്ചേരുന്നത് എങ്ങോട്ടാണ്? ഇവൻ മരുന്ന് ഉപയോഗിച്ചു എന്നിടത്തേക്കാണ്.
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച ഒരു പ്രയോഗമുണ്ട്. ഉമ്മുൽ ഖബായിസ്. ലഹരി എന്നത് എല്ലാ തിന്മയുടെയും വ്യഭിചാരത്തിന്റെയും കൊലപാതകത്തിന്റെയും ജനങ്ങൾക്കുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളുടെയും മുഴുവൻ തിന്മകളുടെയും ഉമ്മയാണ് ലഹരി എന്ന് ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നുണ്ട്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖുൽ ഖംറ. വെറും ഈ നമ്മളിപ്പോഴുള്ള ഈ ഡ്രഗ്സിനെ മാത്രം, അത് ഇപ്പോഴുള്ള ഈ MDMA പോലെയുള്ള മരുന്നുകളെ മാത്രം നിഷേധിച്ചാൽ പോലെ മദ്യം കൂടെ നിരോധിക്കണം. ലഹരി മുഴുവനും പാടെ ഒഴിവാക്കി കളയണം. അപ്പോഴാണ് ഇസ്ലാം പറയുന്നിടത്തേക്ക് പരിപൂർണമായി എത്താൻ കഴിയുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാഷണത്തിൽ പറയാണ്, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇത്തഖുൽ ഖംറ, നിങ്ങൾ ലഹരിയെ, മദ്യമടക്കമുള്ള ലഹരികളെ നിങ്ങൾ ഭയപ്പെടണം. കാരണം എന്താണ്? ഫഇന്നഹ ഉമ്മുൽ ഖബായിസ്. ഈ മദ്യമടക്കമുള്ള ലഹരികളെല്ലാം നിങ്ങളുടെ എല്ലാ തിന്മയിലേക്കും നിങ്ങളെ കൊണ്ടുപോകുന്ന ഉമ്മയാണ്, മാതാവാണ്. എന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയാണ്, വഇന്ന റജുലൻ മിമ്മൻ കാന ഖബ്ലകും മിനൽ ഉബ്ബാദ്. ചുരുക്കി പറയാം ആ കഥ, ആ ചരിത്രം ഞാൻ ചുരുക്കി പറയാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയാണ്, ഞാൻ നിങ്ങളെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ജീവിച്ചുപോയ നല്ല സ്വാലിഹായ ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ, എപ്പോഴും പള്ളിയിലൊക്കെ ബന്ധപ്പെടും, പള്ളിയിലൊക്കെ വരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനിൽ ഉണ്ടായ ഒരു അബദ്ധത്തിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെയോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവരോട് പറയാണ്, പള്ളിയിലേക്ക് എപ്പോഴും വരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ പള്ളിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ വരുന്ന വഴിയിൽ ഒരു സ്ത്രീയുണ്ട്, വളരെ മോശക്കാരിയായ ഒരു സ്ത്രീ. ആ സ്ത്രീ ഒരു ദിവസം മഹാനായ ആ മനുഷ്യനെ, അവരുടെ അടിമപ്പെണ്ണിനെ പറഞ്ഞയച്ച് വിളിക്കുകയാണ് വീട്ടിലേക്ക്. അദ്ദേഹം ആ സ്ത്രീയുടെ വീട്ടിനകത്തേക്ക് ചെന്നപ്പോൾ ആ സ്ത്രീ വീടിന്റെ വാതിലിൽ കതകടച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിന്റെ മുമ്പിൽ 3 ഓപ്ഷൻ ഉണ്ട്. എന്താണ് ആ 3 ഓപ്ഷൻ എന്നറിയുമോ? വാതിലടച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നിരിക്കൽ ഇവിടെയുള്ള കള്ള് കുടിക്കണം. നിങ്ങൾ ഇവിടെ എന്റെ കയ്യിൽ കള്ളുണ്ട്, ഒന്നിരിക്കൽ ആ കള്ള് കുടിക്കണം. അതല്ലെങ്കിലോ ഒന്നിരിക്കൽ അവിടെ ഒരു ചെറിയ കുഞ്ഞുണ്ട് ആ പെണ്ണിന്റെ അടുക്കൽ, ആ കുഞ്ഞിനെ കൊന്നുകളയാനാണ് പറയുന്നത്. മൂന്നാമതൊരു ഓപ്ഷൻ പറയുകയാണ്, അതല്ലെങ്കിലോ ഞാനുമായി വ്യഭിചാരത്തിന് തയ്യാറാകണം. നല്ല സ്വാലിഹായ ഒരു മനുഷ്യനെ വീടിനകത്ത് കതകടച്ചിട്ടിട്ട് ഒരു പെണ്ണ് പറയാണ്. അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, പഠിച്ചവനെ, ഒരാളെ കൊല്ലുക എന്നുള്ളത് എന്റെ ശരീരം കൊണ്ട് എനിക്ക് സാധിക്കൂല, അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറല്ല. ഒരു പെണ്ണിനെ വ്യഭിചരിക്കുക എന്നുള്ളതിലും വലിയ തെറ്റാണല്ലോ, ഞാൻ അതിനുമില്ല. അവസാനം അദ്ദേഹം രക്ഷപ്പെടാൻ എന്ത് വഴിയുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ, ഒരു കപ്പ് കള്ളല്ലേ അത് കുടിച്ചിട്ട് എന്നാ പിന്നെ ആ ഒരു ചെറിയ തെറ്റിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം മദ്യപിക്കുകയാണ്. അദ്ദേഹം ആ പെണ്ണിനോട് പറഞ്ഞു, ഞാൻ മദ്യപിക്കാൻ തയ്യാറാണ്. ആ പെണ്ണിന്റെ ഭീഷണി എന്താണ്? നിങ്ങൾ ഇത് 3ലും ഏതും ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ നിങ്ങൾ ഇതിനോട് 3നോടും എതിർത്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ അട്ടഹസിക്കും. നിങ്ങൾ എന്നെ പിടിച്ചു പറ്റാൻ, നിങ്ങൾ കയറി പിടിച്ചതാണെന്ന് ഞാൻ ജനങ്ങളോട് വിളിച്ചു പറയും. അപ്പൊ നിങ്ങൾ അതിലും വലിയ മാനക്കേടിലാകും അല്ലെ? ഒരു പെണ്ണിന്റെ വീട്ടിൽ അങ്ങോട്ട് കയറി ചെന്ന് പിന്നെ ആ പെണ്ണ് അട്ടഹസിച്ചു കഴിഞ്ഞാൽ, പെണ്ണൊരും വിട്ടാൽ എന്ന് പറയുന്നത് കേട്ടില്ലേ? പെണ്ണൊരും വിട്ടു കഴിഞ്ഞാൽ ഒരുത്തനെയും പെടുത്താൻ പണിയില്ല. അങ്ങനെ ആ പെണ്ണ് പറഞ്ഞപ്പോൾ അദ്ദേഹം, ഞാൻ അല്പം മദ്യപിച്ചു വിടുന്ന് രക്ഷപ്പെട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, സീദീനി, എനിക്ക് ഒഴിച്ചു തരൂ, മദ്യം ഒഴിച്ചു തരാൻ പറഞ്ഞു. അദ്ദേഹം ആ ഒരു കപ്പ് മദ്യം കുടിച്ചു, വീണ്ടും ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. വീണ്ടും ആ ലഹരി അദ്ദേഹം ഉപയോഗിക്കുകയാണ്. ആ ലഹരി അദ്ദേഹം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറയുകയാണ്, ആ മദ്യപാനം അദ്ദേഹം നടത്തി ലഹരി ഉപയോഗിച്ചതിന് ശേഷം അദ്ദേഹം അത് അവിടെ ഉണ്ടായിരുന്ന ചെറിയ കുഞ്ഞിനെ കൊന്നുകളയുകയാണ്. കാരണം ലഹരി അദ്ദേഹത്തിന്റെ തലക്ക് പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് കുഞ്ഞിനോടുള്ള വാത്സല്യം എന്ത് എന്നറിഞ്ഞില്ല. ആ പെണ്ണിനെ തന്നെ അദ്ദേഹം വ്യഭിചരിക്കുകയാണ്. ലഹരി അദ്ദേഹത്തിന്
അദ്ദേഹത്തിന്റെ തലക്ക് പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഈ പെണ്ണുമായുള്ള ബന്ധം എന്താണെന്ന് പോലും അറിയാതെ അദ്ദേഹം ആ വ്യഭിചാരത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ മദ്യപിക്കരുത്, മദ്യത്തെ നിങ്ങൾ ഭയപ്പെടണം, ലഹരിയെ നിങ്ങൾ ഭയപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു ഉദാഹരണമായ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ആ മദ്യപാനത്തിന്റെ കാരണം നേരത്തെ കുഞ്ഞിനെ വധിക്കാനും വ്യഭിചരിക്കാനും തയ്യാറാകാത്ത ഒരു മനുഷ്യൻ അല്പം ഒന്ന് മദ്യപിച്ച് നോക്കട്ടെ, അന്ന് മദ്യപിച്ചാൽ ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് ചിന്തിച്ച മനുഷ്യൻ 3 തെറ്റുകളും ചെയ്തു പോയി എന്ന് മഹാനരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്. അതുകൊണ്ടാണ് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉമ്മുൽ ഖബായിസ് ആണ് ലഹരി എന്നുള്ളത്. അതുകൊണ്ട് അതിനോടുള്ള ചെറുത്തുനിൽപ്പ് നമ്മൾക്ക് ആവശ്യമാണ്. നമ്മുടെ സർക്കാർ നടത്തുന്ന ഇപ്പോഴത്തെ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതിയുമായി നമ്മുടെ ഓരോ ജമാഅത്തുകളും നമ്മുടെ ഓരോ വീടുകളും പൂർണ്ണമായി സഹകരിച്ചേ മതിയാകൂ. അതിന് വേറെ ഒന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല, പാർട്ടി നോക്കേണ്ടതില്ല, സംഘടന നോക്കേണ്ടതില്ല, രാഷ്ട്രീയം നോക്കേണ്ടതില്ല, വേറെ ജാതിയോ മതമോ ഒന്നും തന്നെ ഈ വിഷയത്തിൽ നോക്കേണ്ടതില്ല. നമ്മുടെ നാടിന്റെ നിലനിൽപ്പാണ് നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ മക്കളുടെ ഭാവിയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ രൂപത്തിൽ എത്രയാണ് പോലീസ് പിടിച്ചു കണ്ടപ്പോൾ പഠിച്ചു. ആദ്യമൊക്കെ 100 ചെറിയ ഗ്രാമങ്ങളാ പിടിച്ചിരുന്നേ. അപ്പൊ അന്നൊക്കെ ഇത് ഇത്രയും ഡോസാനാണ്, ഇത്രയും വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി. പക്ഷെ നേരം പോലെ ഈ ഓപ്പറേഷൻ തൂഫാൻ അങ്ങ് വന്ന് പോലീസ് ഇറങ്ങി നോക്കിയപ്പോഴാണ് ഓരോ കെട്ടാണ് പിടിക്കുന്നത്. അപ്പോഴാണ് ഇത്രയും അധികം നമ്മുടെ നാട്ടിൽ ഇത് ചെലവഴിക്കുന്നുണ്ട്. നമ്മൾ എറണാകുളം ജില്ലയിൽ ആലുവയിലും പെരുമ്പാവൂരിലും ഒക്കെ ഇതിന്റെ വലിയ ഇതിന്റെ കച്ചവടത്തിന്റെ വിപണികൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ പോലീസ് ഇറങ്ങി പിടിച്ചപ്പോഴല്ലേ ഇത്രയും അധികം സംഭവം നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. എവിടെ ആരാ ഉപയോഗിക്കുന്നത്? ഇത് വന്നിട്ട് നമ്മുടെ മക്കളാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഓരോ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു മരുന്ന് കാരണമാണ് ഒരുപാട് ഉമ്മമാരുടെ നെഞ്ചത്തേക്ക് കേരളത്തിൽ കടാര ഇറങ്ങിപ്പോയത്, ഒരുപാട് വാപ്പമാരെ കൊന്നൊടുക്കിയത്, ഒരുപാട് ഭാര്യമാരെ കൊന്നൊടുക്കിയത്, ഒരുപാട് ജീവനുകൾ ഇവിടുന്ന് പൊലിഞ്ഞു പോയത്. എന്തുകൊണ്ടാണ്? ഈ ഒരൊറ്റ വിപത്ത് നമ്മുടെ നാട്ടിൽ വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അതിനോട് ചെറുത്തു നിൽക്കുകയല്ലാതെ മാർഗമില്ല. അതുകൊണ്ട് എന്റെ ഈമാനുള്ള സഹോദരന്മാരെ, നമ്മൾ അത്തരം പ്രവർത്തനങ്ങളുമായി, നല്ല പ്രവർത്തനങ്ങളുമായി, പദ്ധതികളുമായി സഹകരിക്കുകയും നല്ല രീതിയിൽ അതിനോടെതിരെ എന്തെല്ലാം നമുക്ക് അതിന്റെ ചെറുത്തുനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ എന്തെല്ലാം നമുക്കുണ്ടാകുമോ അതെല്ലാം ചെയ്യുകയും വേണം. അള്ളാഹു നമ്മുടെ നാടിന് ഇത്തരം മുസീബത്തുകളിൽ നിന്ന് വലിയ സലാമത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു തആല എല്ലാവിധ ഖൈറുകളും നമുക്ക് നൽകുമാറാകട്ടെ. വിശുദ്ധമായ മുഹറം 10 ദിവസത്തിനാണ് നമ്മളുള്ളത്. ഈ മുഹറം 10 തൂഫാനുമായി ഒരു ബന്ധമുണ്ട്. ചരിത്രത്തിൽ ഇടം പിടിച്ച തൂഫാനുകൾ, ആ നബിമാർ രക്ഷപ്പെട്ട ദിനം മുഹറം 10 അതുകൊണ്ട് തന്നെ ഈ മുഹറം 10 ഒരു ബന്ധപ്പെട്ട ദിവസങ്ങളിലാണ് നമ്മുടെ കേരളത്തിലും ഓപ്പറേഷൻ തൂഫാനിന്റെ അലയലികൾ നടക്കുന്നത്. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളുമായി നമ്മൾ എല്ലാവരും സജീവമായി പങ്കുചേരുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു